വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുനമാസം അവസാനിക്കുന്ന ദിവസം നമ്മളൊരു പൂജ നടത്തിയിരുന്നു, ഒരു പൂജാ സെറമണി നടത്തിയിരുന്നു. അത് ലീ മെറിഡിയനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പൂജ നടത്തിയത്. ആ പൂജ നടത്തിയതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് പൂജ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയതാണ്. ഷൂട്ട് ഈ മന്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേജർ പോർഷൻ നമ്മൾ ഈ ഒരു മന്ത് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. പൂജ ലീ മെറിഡിയനിൽ വെച്ച് നമ്മൾ പറഞ്ഞ പോലെ നടത്തിയപ്പോൾ റോക്കിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ സുഹൃത്തും കൂടാണ്. അതുപോലെ തന്നെ നാദിറ, എന്റെ മറ്റൊരു സുഹൃത്താണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, നാദിറ മെഹറിൻ, ബിഗ് ബോസ് ഫെയിം. നാദിറ എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയയോട് അറിയിച്ചിരുന്നില്ല, കാരണം പതുക്കെ നമുക്കിത് റിവീൽ ചെയ്ത് വരാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ അവിടെ എത്തിച്ചേർന്ന മീഡിയ കുറച്ച് പേർ, ആരൊക്കെയാന്ന് കൃത്യമായി അറിയില്ല, എങ്കിൽ പോലും കുറച്ച് പേര് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. ഞങ്ങളായിട്ട് ഇതുവരെ എങ്ങും അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന്റെ ഒരു ഡീറ്റെയിൽസും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും നാദിറും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തതിന്റെ കൂട്ടത്തിൽ 2-3 തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു. ഒന്ന്, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ദ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ്, ദ പ്ലാൻ ബി അല്ല, പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ലവ് പോലുള്ള സിനിമകൾ, ഇപ്പോഴും ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഈ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടേത്. അപ്പം ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നുള്ള പേരിലാണ് ഞങ്ങൾ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത്, ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ. അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നപ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി, കാരണം ഓൾറെഡി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പേരുള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങളത് ദ പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് എന്നാണ് നമ്മളതിന് പേരിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ലോഗോയിൽ ഇപ്പോഴും ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നേ ഉള്ളൂ. പക്ഷെ ഇതറിയാതെ പുറത്തുപോയ ന്യൂസുകളിൽ, പൂജയുമായി ബന്ധപ്പെട്ട പുറത്തുപോയ ന്യൂസുകളിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ പുതിയ സിനിമയുടെ പൂജ നടന്നു എന്നുള്ള രീതിക്ക് തെറ്റായ ഒരു ധാരണ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ മറ്റ് വേറെ കുറച്ച് ഡീറ്റെയിൽസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കി ആദ്യമായി നായകനാവുന്നു, അതുപോലെ നാദിറയാണ് നായിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ റോക്കിയും ചിലപ്പോൾ ഇതിൽ നായകനായിരിക്കാം, എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ റോക്കിയും നായകനായിരിക്കാം. പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും ഭാവിയിൽ, അതിനെ എഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് അതിനകത്ത് മുഴുവൻ കമന്റ്സ് ആണ്. അതെ, ഇതിൽ വന്നിരിക്കുന്നത് റോക്കിയും അതുപോലെ തന്നെ നാദിറയും പരാമർശിച്ചുള്ള ഒരുപാട് കമന്റുകളുണ്ട്. അത് കൂടാതെ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെയും അതിൽ വരച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നാദിറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നാദിറ ആദ്യമായി നായികയായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ, നായിക അല്ല നാദിറ ഈ സിനിമയിൽ. നാദിറ ഈ സിനിമയിലെ നായികയല്ല. ഒന്ന്, ഇനി ആണെങ്കിൽ തന്നെ നാദിറ നായികയാണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ഇത് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, എല്ലാത്തിൻ്റെയും ഒരു പ്രിന്റ് എടുത്ത് വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരുപാട് നെഗറ്റിവിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം, അത് നാദിറയാണ് ആ ചോയ്സ് എടുക്കേണ്ടത്, നമ്മുടെ കോളല്ല, നാദിറയുടെ കോളാണത്. നാദിറ ചിലർക്കെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഇപ്പം ചിലപ്പോൾ ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നാദിറയുടെ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നാദിറ കുറച്ചു പേർക്കെതിരെ കേസ് കംപ്ലൈൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ആർക്കും കംപ്ലൈൻസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല. നാദിറ ഡയറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പം ഓഡിയൻസിനോട് ചോദിക്കാനുള്ളത്. അപ്പൊ മീഡിയ വളരെ എന്താ പറയുക ലൈറ്റായിട്ട് എടുത്തുകൊണ്ടൊന്നും ആയിരിക്കില്ല. മീഡിയ നമുക്കൊരു സപ്പോർട്ട് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാദിറ നായികയാവുന്നു അല്ലെങ്കിൽ റോക്കി നായകനാവുന്നു, റോക്കിയുടെ ആദ്യ സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പോസിറ്റീവായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തേക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡീസ് ആണ്. ശശി പന്നലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് നാദിറയ്ക്കെതിരായിട്ട്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നാദിറ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ
ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ. അപ്പം ഇങ്ങനെയുള്ള കമന്റ്സിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. എന്തായാലും അവരതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് അല്ല, ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ്, അതായത് ദ പ്ലാൻ ബാലു എൻ്റെ പേരിലാണ്, എൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പം അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര്. 2 റോക്കിയും നാദറയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ 2 സുഹൃത്തുക്കളാണ്. അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ല നായകനും നായികയും. പിന്നെ ഈ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ലേ, ആരാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, ഞാനാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ല, അതെന്റെ കോൺഫിഡൻസ് ആണ്. 2 ഇപ്പം റോക്കി അല്ലെ നാദറ ഇവർക്കെതിരെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കാരണം ഇവര് ഈ ബിഗ് ബോസ് ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് രാമേശ്വരൻ എസ്കേപ്പ് ആയി. രാമേശ്വരനെ ആദ്യമാണ് ഒന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്.